ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്ന് ഈ തേങ്ങ കൈകൊണ്ട് പൊട്ടിക്കുന്ന ഒരു ട്രിക്ക് പഠിച്ചാലോ? ഇനിയും ഈ തേങ്ങ പൊട്ടിക്കുന്നതിനകത്ത് ചെറിയൊരു ട്രിക്കുണ്ട്. നമ്മൾ ഈ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ ഒരു 3 കണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് വരുന്ന സ്മൂത്തായിട്ടൊരു കണ്ണിന്റെ ഭാഗം ഉണ്ട്. അതിന് നേരെ വരുന്നൊരു ലൈൻ കാണും. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കണ്ണ് കാണാം. ഈ കണ്ണിന് നേരെ വരുന്ന ഈ ഒരു ലൈൻ എടുക്കുക. ഈ ലൈനിന്റെ നേരെ സെൻറ്ററിൽ നിങ്ങൾ വീട്ടിൽ വാക്കത്തി ഉപയോഗിച്ച് തേങ്ങ പൊതിക്കുന്ന സമയത്ത് വാക്കത്തിയതിന് ശേഷം ഇവിടെ ഒന്ന് തട്ടി നോക്കുക. ഈ കണ്ണിന് നേരെ വരുന്ന ഈ ഒരു ലൈനിൽ വാക്കത്തേക്ക് ഒന്ന് തട്ടി നോക്കുക. തേങ്ങ വളരെ സ്മൂത്തായിട്ട് പൊട്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കൈ കൊണ്ട് എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കുന്നതെന്നല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൈയുടെ ഭാഗം വെച്ചാണ് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നതെങ്കിൽ കൈയുടെ ഈ ഒരു ഭാഗം നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഹാർഡാക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗം ഞാൻ പ്രാക്ടീസ് ചെയ്ത് നല്ല ഹാർഡാണ്. എൻ്റെ ഈ ഒരു ഭാഗം കണ്ടീഷൻ പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൈ വെച്ചാണ് തേങ്ങ പൊട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഹാർഡാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെ എല്ലിനൊക്കെ പൊട്ടൽ സംഭവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം ബാൻഡുകൾ കിട്ടും. അത് കയ്യെ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ബാൻഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ശരിയായ കണ്ടീഷൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ തേങ്ങ കൈ വെച്ച് പൊട്ടിക്കാൻ പാടുള്ളൂ. നമ്മൾ തേങ്ങ വെക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പറഞ്ഞിരുന്നു. ഈ സോഫ്റ്റ് ആയിട്ടുള്ള നേരെ വരുന്ന കണ്ണ് ഒന്നുകിൽ ആ കണ്ണ് നേരെ ആ ലൈൻ നേരെ മുകളിൽ വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ താഴെ വെക്കുക. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് വെട്ടുന്നത്. അതുപോലെ തന്നെ കൈ വെച്ച് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ നേരെയല്ല, നേരെ വന്നു കഴിഞ്ഞാൽ ആയിരിക്കും കൊള്ളാൻ ചാൻസ് വളരെ കൂടുതലാണ്. നേരെ കൈ അല്പം ചരിച്ചിട്ടാണ് നേരെ ഇതിലേക്ക് വെട്ടുന്നത്.